ഹായ് ഹലോ രാജി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ കാണിക്കാനായിട്ട് പോണത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. മുടി നരയുള്ളവർക്ക് ഏത് പ്രായക്കാർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കരിഞ്ജീരകത്തിന്റെ ഒരു ഡൈയെ പറ്റിയിട്ടാണ് അമ്മ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടോ. അതിനായിട്ട് നമ്മൾ ഒരു 3 സ്പൂണ് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ നിങ്ങൾ പൊടിച്ചു വെച്ചോളൂ കേട്ടോ. നമുക്ക് ഇത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡൈ ആണ് കേട്ടോ. ഒരു പേടിക്കാതെ നമുക്ക് ഏത് സമയത്തും എത്ര വേണമെങ്കിലും കണ്ടോ. അമ്മ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും വറുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാം. ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കരിഞ്ജീരകത്തിന്റെ വെള്ളം നമ്മൾ തലേ ദിവസം കുതിർത്തിയിട്ട് ആ വെള്ളം മാത്രം നമ്മൾ കൊണ്ട് മുടി കഴുകിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടി വളരും കേട്ടോ, ഉലുവയുടെ വെള്ളം പോലെ. അതുപോലെ തന്നെയാണ് ഈ ഡൈ നമുക്ക് മുടി നരപ്പുള്ള സ്ഥലത്തൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗുണമാണ് കേട്ടോ. പിന്നെ അങ്ങനെയല്ല, ഈ ഡൈ നല്ലതാണ്, നല്ല മുടി വളരാനും ഇത് നല്ലതാണ്. കറക്കണോടൊപ്പം നമുക്ക് മുടി നന്നായി വളരും ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളിതിങ്ങനെ ചെറിയ തീയിലിട്ടിട്ടാണ്, എന്നാലും പുകയുന്നുണ്ട്, സിമ്മിലിട്ടിട്ടാണ് വറുത്ത് പൊടിക്കണത്. അത് നല്ല ഇങ്ങനെ പൊട്ടും. ഇതിന്റെ ഒരു തരം കടുക് പൊട്ടണം അത്ര തന്നെ സൗണ്ടിൽ പൊട്ടണില്ലെങ്കിലും ഇത് അത്യാവശ്യം പൊട്ടുന്നുണ്ട്. ഇത് എന്നാലും നമുക്ക് നല്ല കറുത്ത കളറ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വറക്കുകയാണ് ഞാൻ. നല്ലോണം ഒന്ന് വറക്കട്ടെ. എന്നിട്ട് നല്ലോണം നമ്മൾ ഈ ചുടുന്നതിനെ പൊടിക്കരുത്. എന്താ വെച്ചാൽ മിക്സിയുടെ ജാറ് കേട് വരും. അത് കാരണത്താലാണ്. ഇതുകൊണ്ട് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ഞാനായിട്ട്. അപ്പൊ നമുക്ക് ഏത് പൊടിച്ച് വെക്കാമെന്ന് മാത്രം. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് ഇതാട്ടോ, നമുക്കിത് ഉപകാരമുള്ളൊരു സംഭവമാണ്. എല്ലാവരും ചെയ്ത് നോക്കണത്. ഞാൻ എന്താ ചെയ്യാന്ന് കാണിച്ചു തരുന്നത്. ഇതിപ്പോ അത്യാവശ്യം അത്യാവശ്യം ഇങ്ങനെ പൊട്ടിക്കോട്ടെ. ഇതിപ്പോ അത്യാവശ്യം തണുത്ത് വന്നു. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ നൈസായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് പൊടിക്കണം. നല്ല പൊടിക്കണം, കരികളൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കണം. എന്നാലാണ് നമ്മൾ പറഞ്ഞ ഗുണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. കരികൾ പാടില്ല. ഇനി തരിക്കുകയാണെങ്കിൽ നമ്മളുണ്ടല്ലോ, ചെറിയ ചെല്ലട ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക് തരിക്കും ചെയ്യാം. ഇനി പൊടിക്കട്ടെ. അത്യാവശ്യം പൊടിഞ്ഞു കണ്ട, നല്ല കറുത്ത കളറിൽ പൊടിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ കരണ്ടി നമ്മൾ എടുക്കണം. ഇതിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം പാർന്നിട്ട് ഇതിനെ ഇതിലേക്ക് ഇടുകയാണ് തിളയ്ക്കുമ്പോൾ. ഇത് നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കരണ്ടിയാണ് കേട്ടോ. ഇത് ചീനച്ചട്ടിയല്ല, എൻ്റെ അടുത്ത് ഇരുമ്പിന്റെ ചെറിയ ഇതാണ്, ഒരുപാട് വലുതല്ല. ഞാൻ ഇതിലാണ് എല്ലാ ഡൈയും ചെയ്യണത്. ഇതിൽ ഡൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗുണമുണ്ട് ഇരുമ്പിന്റെ ആകുമ്പോഴേ. വെച്ചാൽ നമ്മള് നെല്ലിക്കാപ്പൊടി നീലാമരിപ്പൊടിയൊക്കെ കലക്കി വെക്കാനൊക്കെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നാച്ചുറലായിട്ടുള്ള ഡൈ ആണ് ഒക്കെ ഉപയോഗിക്കാറ്. പണ്ട് ഞാൻ കുറച്ചൊക്കെ ഇവിടെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ഞാൻ കെമിക്കൽ ഉപയോഗിച്ച് നോക്കണം എന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയാണ്. അപ്പം അത് ഒരാൾക്ക് ചൊറിഞ്ഞത് കാരണേ. ഇനി നമ്മൾ കണ്ട അടുപ്പിൽ വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടെ ഡൈ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ തിളയ്ക്കാൻ വെച്ചു. ഇത് നല്ല തിളച്ച് കുറുകട്ടെ. ഇത് കുറുകി കഴിഞ്ഞാൽ നമ്മൾ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരേണ്ടത് എങ്ങനെയാണ് കുറുകി വരുമ്പോൾ ഇതിൻ്റെ കളറ് എന്നുള്ളത്. നല്ല ഡാർക്ക് കറുപ്പായിട്ടുണ്ടാവുന്നത് കാണിച്ചു തരാം. ഇത് ഇപ്പൊ കണ്ടോ, അത്യാവശ്യം ഇങ്ങനെ കുറുകാൻ തുടങ്ങി. ഡൈയുടെ രൂപത്തിലേക്ക് എത്താറായി കണ്ടോ. ഇത് നല്ല ഒന്നിങ്ങനെ കുറുകി വരണം. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടേ. നമ്മൾ എവിടേക്കെങ്കിലും പോണ സമയത്തൊക്കെ തലേ ദിവസം ഷാമ്പു ചെയ്ത മുടിയാണെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും ഒരു ഇഴ നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോണ സമയത്ത് നമുക്കിങ്ങനെ മുടി നല്ല നരച്ചിട്ട് തോന്നും നമുക്ക്. ആ സമയത്ത് ഇത് നമുക്ക് നല്ല ഉപയോഗമാണ്. കാരണം നമുക്ക് നന്നായിട്ട് തലയിൽ ഇത് ഒന്നും വേണ്ട, ഇത് മാത്രം എടുത്ത് പുരട്ടിയിട്ട് നമുക്ക് പുറത്ത് പോവാം. ചീന്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല നമ്മളെ മുടി നരച്ചത്.
പേടിക്കാതെ ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം മുടിക്ക് നല്ലതാണല്ലോ ഈ കരിഞ്ജീരകം. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും തേച്ച പോലെ യാതൊരു പേടിയില്ല. കേട്ടോ, ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി ഞാൻ കുറുകി വന്നിട്ട് നന്നായി കാണിച്ചു തരാം കേട്ടോ. നല്ല ഇങ്ങനെ കുറുകും, സൂപ്പർ ഡൈ ആവുന്നത്. ഇതിപ്പോ നന്നായി കുറുകി വന്നു, കണ്ടില്ലേ? നല്ല നാച്ചുറൽ ഡൈ ആയി, കണ്ടല്ലോ. ഇതിന് നമുക്ക് ഏത് സമയത്തും നമുക്ക് പേടിക്കണ്ട. ഡൈ ഇല്ലല്ലോ, ഇനിയിപ്പോ ചൊറിയോ യാതൊരു ഭയവും ഇല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡൈ ആണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തേക്ക് പോണ സമയത്തൊക്കെ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ്. നല്ല കറുപ്പ് കളറും കിട്ടും. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഡൈ റെഡിയായി, കണ്ടോ? നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഡൈ കണ്ടോ? ഇത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് മുടി ഒന്നങ്ങോട്ട് ചീന്തി കോതി ഒതുക്കി വെച്ചാൽ മതി, ആരും അറിയില്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. കണ്ടോ എന്ത് കറുപ്പാ, കണ്ടല്ലോ, നല്ല കറുപ്പ്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു ലേശം അലോവേര ജെല്ല് വേണമെങ്കിൽ കൂട്ടിയിട്ടും ഉപയോഗിക്കാം. എന്നാൽ പിന്നെ നമ്മൾ എന്താ പറയുക, ടർക്കി കൊണ്ട് ഒപ്പിയാലോ ഒന്ന് വേർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഇത് തുടച്ചാലോ ഒന്നും പുറത്തേക്ക് വരികയേ ചെയ്യില്ല. അലോവേര ജെല്ല് കൂട്ടി കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റായിട്ട് നമ്മളെ മുടിയിൽ പിടിച്ച് നിൽക്കും, നല്ല അബ്സോർബ് ആവും എന്ന് പറയുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.